ഈ 2047 കേരളത്തിൽ ഒരു ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുമെന്ന് പോപ്പുലർ ഫ്രണ്ട് പണ്ട് പറഞ്ഞിരുന്നു. പക്ഷെ അതിനെ നിരോധിച്ചു. പക്ഷെ ആ ആശയവുമായി തന്നെ മറ്റൊരു മലയാളം ചാനൽ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ അങ്ങനെ അതുമായി ബന്ധപ്പെട്ടാണ് തുടർച്ചയായി തന്നെ വാർത്ത കൊണ്ടെത്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ചാനലാണ്, നമുക്കറിയാവുന്നതാണ്, മീഡിയ വൺ. അവർ എന്തായാലും 2047 വെച്ചാണോ നീങ്ങുന്നതെന്ന് സംശയമുണ്ട്. കാരണം പാകിസ്ഥാനെ കുറിച്ചാണ് അവർ ഇപ്പോൾ സങ്കടപ്പെടുന്നത്. കാരണം ഇപ്പോൾ പാകിസ്ഥാനെയാണല്ലോ ഇന്ത്യ വേട്ടയാടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യയെ നോവിച്ചു, തിരിച്ച് ഞങ്ങൾ നോവിക്കും പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ ആ മീഡിയ വണ്ണിൻ്റെ ഓഫീസ് മുഴുവൻ കണ്ണീർ കൊണ്ട് നിറയുകയാണ്. അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, കണ്ണീര് കൊണ്ട് നിറയുമെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇന്ത്യ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ തന്നെ മുന്നോട്ട് പോകും. അക്കാര്യത്തിൽ ഒരു മാറ്റവുമില്ല, ഒരു ചുവടും പിഴക്കില്ല ഇന്ത്യക്ക് എന്ന് നമുക്കറിയാം. എന്തായാലും മീഡിയ വൺ ചാനൽ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഒരു പ്രത്യേക അജണ്ടയുമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അവരുടെ അടുപ്പുകൂട്ടി ചർച്ച വളരെ പ്രസിദ്ധമാണ്. 3 പേരിരുന്ന് ഇങ്ങനെ രാജ്യത്തെ ചില പ്രത്യേക വിഷയങ്ങളൊക്കെ എടുത്ത് അതെങ്ങനെയെല്ലാം കേന്ദ്ര സർക്കാരിനെയും BJP-യെയും ഒക്കെ അടിക്കാമോ അത്തരത്തിൽ കൃത്യമായി വടി വെട്ടിക്കൊണ്ടുവന്ന് അടിക്കുന്ന രീതിയിൽ ആണ് ചർച്ച. തീർച്ചയായിട്ടും BJP കേന്ദ്ര സർക്കാർ മാത്രമല്ല, ഗാസയിലെ ഹമാസിലെ ഹിസ്ബുള്ള അടക്കമുള്ള തീവ്രവാദികളെ അകത്തേക്ക് കയറുകയാണെങ്കിൽ, ഈ ചർച്ചയ്ക്കുള്ളിൽ കയറുകയാണെങ്കിൽ അവർ ദൈവമായി മാറുകയാണ്, ഹൂറിയായി മാറുകയാണ്. ഞാൻ അതിലേക്കാണ് വന്നത്. ശ്രീജിത്ത് പറഞ്ഞത് വളരെ ശരിയാണ്. നമുക്ക് കേന്ദ്ര സർക്കാരിനെയും BJP-യെയും RSSനെയും ഒക്കെ വിമർശിക്കാം. അവർ ചെയ്യുന്നതിൽ പിഴവുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം, വിമർശിക്കാം, തിരുത്താം, ഒക്കെ ചെയ്യാം, കുറ്റപ്പെടുത്താം, ഇതൊക്കെ ചെയ്യാം. ഒരു ജനാധിപത്യ സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കതിനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷെ അതിനെല്ലാം ഉപരി നമുക്ക് നമ്മുടെ രാജ്യത്തിനോട് അളവറ്റ സ്നേഹവുമുണ്ട്. അപ്പോൾ അതിനെതിരായി എന്തെങ്കിലുമൊക്കെ കണ്ടാൽ, രാജ്യത്തിനെതിരായിട്ട് എന്തെങ്കിലും കണ്ടാൽ നമ്മളെല്ലാവരും പറയും. ഇവിടെയും അതുതന്നെയാണ്. മീഡിയ വൺ ഈ വെള്ളപൂശി ആ പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ ആക്രമിച്ച് 10-28 പേരെ കൊലപ്പെടുത്തിയവർ എന്താ പറയുക, സ്നേഹത്തിൻ്റെ കാവൽ മാലാഖമാരാണ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന തരത്തിലേക്ക് പോയാൽ അത് സഹിക്കാൻ ഈ രാജ്യത്ത് ആരുമില്ല. മാത്രമല്ല ഈ രാജ്യത്ത് അത് ചോദിക്കാൻ ആൺപിള്ളരുണ്ട് എന്നുള്ള സത്യവും മീഡിയ വൺ തിരിച്ചറിയണം. അതായത് ഈ ഭീകരാക്രമണം പണ്ട് മുംബൈ കേന്ദ്രീകരിച്ച് ഒരു മുസ്ലിം പണ്ഡിതൻ എന്നറിയപ്പെടുന്ന ഒരാളുണ്ടല്ലോ, ഈ എല്ലാ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും യുവാക്കളെല്ലാം വലിയ രീതിയിൽ സ്വാധീനിച്ച് മതം മാറ്റാൻ കഴിവുള്ള ഒരാളുണ്ടായിരുന്നു, ഡോക്ടർ സക്കീർ നായിക്. അപ്പോൾ സക്കീർ നായിക്കിനെ പോലെയാണ് ഇപ്പോൾ ആ ചർച്ച മുന്നോട്ട് പോകുന്നത്. അതെ, പ്രത്യേകിച്ച് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളിലെ യുവാക്കളെ വലിയ രീതിയിൽ തന്നെയാണ് അത് സ്വാധീനിക്കുന്നുണ്ട്. അതിനെ കൃത്യമായി ഇനി നിരീക്ഷിച്ചില്ലെങ്കിൽ കേരളത്തിന് വലിയ തിരിച്ചടിയല്ലേ ഉണ്ടാകും. അത് തീർച്ചയായിട്ടും. അവർ ഈ ചെറുപ്പക്കാരുടെ ഉള്ളിൽ വിഷം കുത്തിവെക്കുന്ന വിധത്തിൽ സക്കീർ നായിക് എങ്ങനെയാണോ ഇതൊക്കെ ചെയ്തിരുന്നത് അതുപോലെയാണ് ഇവരും മുന്നോട്ട് പോകുന്നത്. ഇല്ലാത്ത നുണകൾ മാത്രം പറഞ്ഞ്, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ്, തെറ്റായിട്ട് വ്യാഖ്യാനിച്ച്, പ്രത്യേക നരേറ്റീവുകൾ ഉണ്ടാക്കി. അതായത് ഈ പഹൽഗാം അറ്റാക്ക് പോലും 370 റദ്ദാക്കിയതിലുള്ള വേദനയിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ. ബീഹാർ ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി BJP കാണിക്കുന്ന ഒരു തന്ത്രമാണിത് എന്നൊക്കെയാണ് ഇവന്മാർ പറഞ്ഞു വിടുന്നത്. ഇതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അല്ല, അത് വിശ്വസിക്കുന്ന പൊട്ടന്മാരുമുണ്ട്. അതെ, ഞാൻ അതാണ് പറഞ്ഞത്. അത് ആൾക്കാരെ വിശ്വസിപ്പിച്ച് ഈ രാജ്യത്തിനെതിരായിട്ട് തിരിക്കുന്ന ഇവരുടെ ഈ നടപടി, അയ്യോ ഞങ്ങൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത്, ഞങ്ങൾ സത്യമാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിക്കാനും വിശ്വസിക്കാനും കുറച്ച് പ്രയാസമുണ്ട്. എന്തായാലും ഇവരുടെ ഈ നിലപാട് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ BJP അത് സംബന്ധിച്ച് പരാതി കൊടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്. അതുപോലെ പോലീസിലും കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിമിനലായിട്ടും കേസ് എടുക്കണം എന്നുള്ളതാണ് BJP-യുടെ ആവശ്യം. എന്തായാലും അതിനെ സംബന്ധിച്ച് അത് ഇത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ പശ്ചാത്തലത്തിൽ ആ ചാനൽ പൂട്ടിയിട്ടുണ്ട് കുറച്ച്. അതെ, ഡൽഹി കലാപം നടന്ന വേളയിൽ മീഡിയ വൺ തെറ്റായ വാർത്തകൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ദിവസം അവർക്ക് സംപ്രേഷണം നിർത്തിവെക്കേണ്ടി വന്നു. അവരുടെ സംപ്രേഷണം സാറ്റലൈറ്റ് ഇത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. പിന്നീട് അത് പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. അതന്ന് നരേന്ദ്രമോദി ഇടപെട്ടിട്ട് ആരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നമ്മൾ ഹനിക്കണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ ഇടപെട്ട് അത് പുനഃസ്ഥാപിക്കുകയായിരുന്നു. എന്തായാലും ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ചാനൽ കയ്യിലുണ്ട് എന്ന് വെച്ച് എന്തും വിളിച്ചു പറയാം എന്ന് കരുതരുത്.
പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട്, ഒരു പത്രം കയ്യിലുണ്ടെന്ന് കരുതി എന്തും എഴുതി പിടിപ്പിക്കാം എന്ന് അല്ല, വിചാരിക്കുന്നത്. അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. പണ്ട് പോപ്പുലർ ഫണ്ടെങ്കിൽ ഒരു ഭാഗത്ത് അതിന്റെ നിലപാട് പറയുമായിരുന്നു. ഇപ്പോൾ ഡബിൾ ഡ്യൂട്ടിയാണ്. പോപ്പുലർ ഫണ്ടിന്റെ കാര്യവും കൂടി പറയണം, PF-ന്റെ കാര്യം കൂടി പറയണം, അവർക്ക് ഈ ചാനലിലൂടെ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യവും പറയണം. അങ്ങനത്തെ ഒരു അവസ്ഥ ഇപ്പോൾ അവർക്കുണ്ട്. അത് ശരിയാണ്. പണ്ട് പോപ്പുലർ ഫ്രണ്ടിനാണെങ്കിൽ തേജസ് എന്ന് പറഞ്ഞൊരു പത്രം ഉണ്ടായിരുന്നു. ആ പത്രത്തിലൂടെ നിരന്തരം ഇങ്ങനെ വാർത്തകൾ, ഈ ദേശവിരുദ്ധമായ നാട്ടാൽ കുരുക്കാത്ത നുണ വരെ എഴുതി വിടും. അജ്മൽ കസബിനെ പിടികൂടി, അന്ന് മുംബൈ അറ്റാക്ക് നടന്നപ്പോൾ അത് ഹിന്ദുത്വ ഭീകരർ ചെയ്തു കൂട്ടിയതാണ്, അവരുടെ കയ്യിൽ രാഖി ഉണ്ടായിരുന്നു, നെറ്റിയിൽ ചുവന്ന കുറിയുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ വാർത്തകൾ പ്രചരിപ്പിച്ച ആൾക്കാരാണ് ഈ തേജസ് ദിനപത്രം. അതിപ്പോൾ ആ ജോലി കൂടി ഈ മീഡിയ വൺ ചാനൽ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. എന്തായാലും ഈ BJP-യുടെ പരാതി കൃത്യമായിട്ടും അതിന് നടപടി ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കേന്ദ്ര സർക്കാർ വളരെ മുമ്പൊരിക്കൽ അവർ ക്ഷമിച്ചതാണ്. മോദി ഇക്കാര്യത്തിൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരുടെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നമ്മൾ വിലങ്ങുതടിയല്ല എന്ന് പറഞ്ഞ് അതിനെ അത് മയപ്പെടുത്തി അങ്ങ് വിട്ടുകളഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ചും ഈ എന്താ പറയുക, നിരപരാധികളായ വിനോദസഞ്ചാരികളെ ഈ വെടിയുണ്ടയ്ക്കിരയാക്കിയ ഈ സംഭവം 28 പേർ, 29 പേർ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിരവധി പേർ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ തുടരുകയാണ്. അതോടൊപ്പം മറ്റൊരു കാര്യമുണ്ട്. ഈ പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി പറയുന്നത് ഈ കാശ്മീരിൽ ആക്രമണം നടത്തിയവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. കാരണം കാശ്മീരിന്റെ മോചനത്തിന് വേണ്ടി മീഡിയ വണ്ണിനും അതാണ് അഭിപ്രായം. പണ്ട് അവർ അത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഭഗത് സിംഗ് ആരായിരുന്നു? ഭഗത് സിംഗ് പണ്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ ബോംബെറിഞ്ഞ ആളാണ്. പിന്നെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയായി. ബ്രിട്ടീഷുകാരുടെ കാലത്ത് അദ്ദേഹം കുറ്റവാളിയായിരുന്നു, അദ്ദേഹത്തെ തീവ്രവാദിയായിരുന്നു, അദ്ദേഹത്തെ തൂക്കിക്കൊന്നു. അപ്പൊ ഇന്നും അതുപോലെയാണ്. ഇവരൊക്കെ ഇന്നിപ്പോ കുറ്റവാളികളാണ്, നാളെ അല്ല 2047 എന്നല്ല, സ്വാതന്ത്ര്യം കിട്ടി, അതായത് ഇസ്ലാമിക ഭരണം വരുമ്പോൾ, ശരീഅത്ത് വന്നു കഴിയുമ്പോൾ ഇവരൊക്കെ വിശുദ്ധരായി. ഇതാണ് അവരുടെ സ്വപ്നം. അല്ല, ഇവർ കൃത്യമായി പറയുന്നുണ്ടല്ലോ 2047 ഇസ്ലാമിക രാഷ്ട്രം നിലവിൽ വരും, അപ്പോൾ ശരീഅത്ത് നിയമം വരും, അപ്പോൾ ഇപ്പോഴുള്ള തീവ്രവാദികൾ മുഴുവനും സ്വാതന്ത്ര്യ സമര സേനാനികളായി മാറും. അവരുടെ ബന്ധുക്കൾക്ക് പെൻഷൻ ഏർപ്പെടുത്തേണ്ടി വരുമോ? അതെ അതെ, അതിന്റെ ഫണ്ട് ഇപ്പോഴേ ആരംഭിക്കണം. അല്ല, അതൊക്കെയാണ് അവരുടെ ഉദ്ദേശം, അവർ ലക്ഷ്യമിടുന്നതും അതൊക്കെയാണ്. പക്ഷെ അതൊന്നും അത്ര എളുപ്പത്തിൽ സാധിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. ഇത് പഴയ ഇന്ത്യ അല്ല. നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അതോടൊപ്പം തന്നെ ഈ മീഡിയ വൺ ചാനൽ മാത്രമായി ചുരുക്കി കാണേണ്ട ആവശ്യമില്ല. കാരണം ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം തന്നെ, കാശ്മീർ വിഷയം ഉണ്ടായതിന് പിന്നാലെ തന്നെ നാം പല മാധ്യമങ്ങളിലും, മുഖ്യധാര മാധ്യമങ്ങളിലെല്ലാം ഈ സംശയമാണ്, ഇത് മീഡിയ വൺ ആണോ അതോ പ്രമുഖ മാധ്യമമാണോ അതോ ഈ മാധ്യമ പ്രവർത്തകർ ഏതാണെന്നൊരു സംശയമുണ്ട്. അതെ, അത് കേരളത്തിലേ ഉള്ളൂ കേട്ടോ ഈ വിഷയം. നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ദേശീയ മാധ്യമങ്ങളെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ സ്ഥിതി ഇങ്ങനെയല്ല. അവിടെയൊക്കെ വ്യത്യാസമുണ്ട്. ഇവിടെയാണ് അയ്യോ പാകിസ്ഥാന് ജലം കൊടുക്കാതിരുന്നാൽ, വെള്ളം കൊടുക്കാതിരുന്നാൽ അവിടെ പട്ടിണി കിടന്ന് ചത്തുപോവില്ലേ, ഈ ഭീകരവാദികളെയൊക്കെ നമ്മൾ പൂമാലയിട്ട് സ്വീകരിക്കേണ്ടതല്ലേ, അവരെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടുണ്ടോ എന്നൊക്കെ മട്ടിലുള്ള, അവർക്കും മനുഷ്യാവകാശമില്ലേ, അവരുടെ മനുഷ്യാവകാശം കവർന്നെടുക്കാമോ, ഇത്തരം ചോദ്യങ്ങളുമായിട്ട് നമ്മുടെ ചില ആൾക്കാർ രംഗത്ത് വരുന്നുണ്ട്. ഇത് ശ്രീജിത്ത് പറഞ്ഞതുപോലെ മീഡിയ വണ്ണാണോ അതോ ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഏതാണ്ട് എല്ലാ ചാനലുകളിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ചിലർക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു, ചിലർക്ക് എന്താ പറയേണ്ട വലിയ തോതിൽ ഈ പ്രേമം അങ്ങ് വഴിഞ്ഞൊഴുകുകയാണ് ഭീകരവാദികളോട്. ഇങ്ങനെയൊക്കെയുള്ള ഇത്തരം ഏർപ്പാടുകൾ നമ്മൾ ധാരാളം കണ്ടുവരുന്നുണ്ട്. എന്തായാലും അല്ല, അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ഈ ന്യൂനപക്ഷത്തെ പിന്തുണച്ചാൽ മാത്രമേ കേരളത്തിൽ നിലനിൽക്കാൻ കഴിയൂ, തങ്ങളുടെ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നൊരു ധാരണ ഇപ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് ഉൾപ്പെടെ ഉണ്ടോ? തീർച്ചയായിട്ടും. കാരണം അത് മാധ്യമ പ്രവർത്തകരിൽ ഒട്ടുമുക്കാലും പലരും ആരോപിക്കുന്നത് പോലെ CITU തൊഴിലാളികളാണ് എന്ന് ആരോപിക്കുന്ന ഒരു അത്തരത്തിൽ പരിഹസിക്കപ്പെടുന്നുണ്ട്. അത് കുറേയൊക്കെ വാസ്തവമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഇത്തരം നരേറ്റീവുകൾ ഇവിടെ സൃഷ്ടിച്ചത് ഇടതുപക്ഷമാണ്, പ്രത്യേകിച്ച് CPM ആണ്. ഈ ന്യൂനപക്ഷങ്ങളുടെ യഥാർത്ഥ സംരക്ഷകർ ഞങ്ങളാണ് എന്ന് പറഞ്ഞ് പാർട്ടി കോൺഗ്രസിൽ പോലും അവർക്ക് നിസ്കരിക്കാൻ പാവിരിച്ചവരാണ് CPMകാർ. ആ CPMൻ്റെ ട്രെയിനിങ് സെൻറ്ററുകളിൽ അടവച്ച് വിരിയിച്ചെടുത്ത മാധ്യമപ്രവർത്തകർക്ക് പിന്നെ എന്ത് പറയാൻ കഴിയും ഇതല്ലാതെ? അതുകൊണ്ട് നമ്മൾ അവരിൽ നിന്ന് അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട, ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. അതുകൊണ്ട് ഇതിവിടെ തുടങ്ങി വെച്ചത് CPM ആണ്. അതിൻ്റെ ഫലം കേരളം അനുഭവിക്കാൻ പോവുകയാണ്.
ഈ നഗ്നമായ ന്യൂനപക്ഷ പ്രീണനം എന്നല്ല പറയേണ്ടത്, മുസ്ലിം പ്രീണനം, ആ മുസ്ലിം പ്രീണനത്തിൻ്റെ ദോഷം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നതും അവരെയൊക്കെ തന്നെയാണ്. ആരാണോ ഇത് ചെയ്തത്, ആർക്ക് വേണ്ടിയിട്ടാണോ ചെയ്തത്, അവരൊക്കെ തന്നെ ആയിരിക്കും ഇതിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. അത് ഭാവിയിൽ, അത് പ്രകൃതിയുടെ നിയമമാണ്. അത് നമുക്ക് ഭാവിയിൽ കാത്തിരുന്ന് കാണാം.